ഹായ് ഓൾ വെൽക്കം ടു SCERT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 92/2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൃത്തിക എന്തിന്റെ പര്യായമാണ്? മൃത്തിക എന്നത് എന്തിന്റെ പര്യായമാണെന്ന്? മൃത്തിക മണ്ണ്. ഓക്കെ, മണ്ണാണ് മൃത്തിക. മൃത്ത്, മൃത്തിക, മൃത്സ. മൃത്ത്, മൃത്തിക, മൃത്സ എന്നൊക്കെ ഉള്ളത് എന്താണ്? മണ്ണാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നൈതികം എന്നാൽ എന്താ? നൈതികം എന്നത് നീതിയെ സംബന്ധിച്ചത്. നൈതികം എന്നതാണ് നീതിയെ സംബന്ധിച്ചതാണ് നൈതികം. എരി പ്ലസ് തീ ചേർത്ത് എഴുതിയാൽ എങ്ങനെ വരാം? എരി പ്ലസ് തീ എന്നുള്ളത് ചേർത്ത് എഴുതിയാൽ എരിതീ. എരിതീയാണ്. എരി പ്ലസ് തീ എന്നുള്ളത് ചേർത്ത് എഴുതിയാൽ എരിതീയാണ്. ഓക്കെ, തെറ്റായ ജോഡി കണ്ടെത്തുക. ഉദ്ധൃതം വിപരീതമാണ് അനുദ്ധൃതം. ആ ജോഡി ശരിയാണ്. ഉദ്ധൃതം വിപരീതം അനുദ്ധൃതം. ഉപകൃതം അപകൃതം. ഉപകൃതം വിപരീത അപകൃതം. ഉത്സാഹം നിരുത്സാഹം. ഉത്സാഹം വിപരീത നിരുത്സാഹം. ഉപകൃതം അപകൃതം. ഉദ്ധൃതം അനുദ്ധൃതം. ഊഷരം ശീതളമാണോ? തെറ്റാണ്. ആ ഓപ്ഷൻ തെറ്റാണ്. ഊഷരം ഉർവരം. ഊഷരം വിപരീതം എന്താണ്? ഉർവരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് അറൗണ്ട് ദി കോർണർ എന്നതിന്റെ ഉചിതമായ മലയാള പരിഭാഷ ഏതാണ്? ജസ്റ്റ് അറൗണ്ട് ദി കോർണർ എന്നുള്ളത് ഉടനടി നടക്കാനിടയുള്ള കാര്യമാണ്. ജസ്റ്റ് അറൗണ്ട് ദി കോർണർ. ജസ്റ്റ് അറൗണ്ട് ദി കോർണർ എന്നുള്ളത് ഉടനടി നടക്കാനിടയുള്ള കാര്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏതാണെന്ന്? ജഡിലം എന്നുള്ളത് ഏത് ഡായാണ്? എസ് ഡ. എസ് തിരിച്ചിട്ട ഡ ഇല്ല. എസ് പോലെയുള്ള എന്താണ്? ജഡിലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്ന്? യമദ്രുമം, ആയസം, ദ്വാന്തം, തമിശ്രം. ഇതിൽ ഏതാണ്? ഇരുമ്പ് എന്നതിന്റെ മീനിങ് പര്യായ പദമാണ് ആയസം ആണ്. ഇരുമ്പ് എന്നതിന്റെ പര്യായ പദമാണ് ആയസം. ഗുരുക്കൾ എന്ന പദത്തിന്റെ വചനം എന്താണ്? ഗുരുക്കൾ എന്ന പദത്തിന്റെ വചനമാണ് പൂജക ബഹുവചനം. ഗുരുക്കൾ എന്നത് പൂജക ബഹുവചനം. ഇനി ശരിയായ പദം നോക്കാം. ആദരാഞ്ജലികൾ എഴുതൽ എങ്ങനെയാ? ആദരാഞ്ജലികൾ. ജാന്റെ മുന്നേ ഞാൻ വരണം. ആദരാഞ്ജലികൾ. ഓക്കെ, കടബാധ്യത വിഗ്രഹിച്ചാൽ എങ്ങനെ എഴുതും? കടബാധ്യത വിഗ്രഹിച്ചാൽ എങ്ങനെ എഴുതും? കടത്തിന്റെ ബാധ്യത, കടത്തിലുള്ള ബാധ്യത, കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത, ബാധ്യതയും കടവും. ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? കടബാധ്യത വിഗ്രഹിച്ചാല് കടം മൂലം ഉണ്ടാകുന്ന ബാധ്യതയാണ് കടബാധ്യത. കടം മൂലം ഉണ്ടാകുന്ന ബാധ്യതയാണ് കടബാധ്യത. ഓക്കെ, താങ്ക് യു.